Good morning, students. This is our 5th class of machine learning. I hope you have not forgotten everything what we have learned before the vacation of Onam. Supervised learning. Now we are going into some more detail, and today I am going to start with supervised learning. Now most of the concepts that I am teaching you today is required for all of our later classes. So please pay careful attention. If you have not understood something, make sure to report it in the attendance form that I will be sharing with you later. Okay, and please pay attention. If there is anything that you have not understood, you need to let me know. Now, what is supervised learning? In the previous classes, we had learned the different classes of machine learning, and in that we had supervised learning, unsupervised learning, and reinforcement learning. So what is supervised learning? Supervised learning has got not only the input attributes but also the class when the learning process is happening. That means the input and the output that is required is available to the learning algorithm. And using both of them, it arrives at a model for later prediction or classification. But in the case of unsupervised learning, input മാത്രമേ ഉള്ളൂ, ഔട്ട്പുട്ട് ഇല്ല. അപ്പം അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മൾ ഗെസ്സാണ് ചെയ്യുന്നത് ഔട്ട്പുട്ടിനെ, ആൻഡ് ഹൗ ഗുഡ് ഇസ് അവർ ഗെസ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അഫ്കോഴ്സ് വി ആർ നോട്ട് ഗെസ്സിങ് just like that. We are guessing based on patterns that can be seen inside the data. എന്നിട്ട് ഓരോ സിമിലർ പാറ്റേൺസ് ഉള്ളതിനെ ഓരോ ക്ലാസ് ആയിട്ട് അങ്ങ് ക്ലാസിഫൈ ചെയ്യാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ ചെയ്യുന്നത്. സോ ഈ കേസിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ അൽഗോരിതംസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്? ഇൻപുട്ടും തന്നിട്ടുണ്ട്, നമുക്ക് ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്. ആ ഇൻപുട്ടും ഔട്ട്പുട്ടും ബേസ് ചെയ്ത് നമ്മൾ ലേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ ലേൺ ചെയ്യുന്നു. എന്നിട്ട് അതേപോലത്തെ പുതിയ ഒരു ഡേറ്റ കിട്ടുമ്പം ഈ ലേൺ ചെയ്തത് വെച്ചിട്ട് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നതിനാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ supervised learning is also called learning by example. ഓക്കെ, ഒരു ക്ലാസ്സിനെ പല എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. ആ എക്സാമ്പിൾസെ ബേസ് ചെയ്തിട്ട് പുതിയ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ സപ്പോസിങ് വി ആർ ടേക്കിംഗ് ആസ് ആൻ എക്സാമ്പിൾ ദ ടാസ്ക് ഇസ് ടു ലേൺ എ ക്ലാസ് സി ഓഫ് എ ഫാമിലി കാർ. ഓക്കെ, അപ്പം എന്താണ് ഇൻപുട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടിയത്? കുറേ കാറുകളുടെ പലതരം ഡീറ്റെയിൽസ് സിസ്റ്റത്തിന് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് സൂപ്പർവൈസ്ഡ് ആയത് കാരണം കറക്റ്റായിട്ടുള്ള ക്ലാസ്സും ഉണ്ടാവും. ഓക്കെ, സോ ഈ കേസിൽ ഫാമിലി കാർ ആണോ അല്ലയോ? സോ ഇറ്റ് ഈസ് എ ഫാമിലി കാർ ഓർ ഇറ്റ് ഈസ് നോട്ട് എ ഫാമിലി കാർ. ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ടാസ്ക് ഇസ് കിട്ടിയിരിക്കുന്ന ഇൻപുട്ടും കിട്ടിയിരിക്കുന്ന കറസ്പോണ്ടിങ് ക്ലാസ്സസും വെച്ചിട്ട് ഒരു ഫാമിലി കാറിനെ, പുതിയ ഏതെങ്കിലും കാറിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫാമിലി കാർ ആണോ അല്ലയോ എന്ന് പറയാനായിട്ട് പറ്റണം. ഓക്കെ, സോ ദ ടാസ്ക് ഇസ് ടു ലേൺ ദ ക്ലാസ് സി ഓഫ് എ ഫാമിലി കാർ. രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, സെറ്റ് ഓഫ് എക്സാമ്പിൾസ്, കാറിനെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് തന്നിട്ടുണ്ട്. ആ ആട്രിബ്യൂട്ട്സിൻ്റെ ബേസിസിൽ കുറേ ആൾക്കാർ ഈ കാറുകളെ നോക്കിയിട്ട് അതിനെ ലേബൽ ചെയ്യുക. അപ്പോൾ ഒരു സർവേ പോലെ ചെയ്യാണ്. ഞാൻ കുറേ കാറുകളുടെ ഡിസ്ക്രിപ്ഷൻ എനിക്കുണ്ട്, അതാണ് എൻ്റെ ഡേറ്റ സെറ്റ്, അതാണ് എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് ഞാൻ കുറേ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഇന്ന ഡീറ്റെയിൽസ് ഉള്ള ഒരു കാറാണെങ്കിൽ അത് നിങ്ങൾ ഫാമിലി കാറായിട്ട് ക്ലാസിഫൈ ചെയ്യുമോ അല്ലെങ്കിൽ ഫാമിലി കാർ അല്ല എന്ന് ക്ലാസിഫൈ ചെയ്യുമോ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്നിട്ട് അതും കൂടെ ഞാൻ സ്റ്റോർ ചെയ്യും, ആ ലേബൽസും കൂടെ ഞാൻ സ്റ്റോർ ചെയ്യും. സോ ഇസ് എ ഫാമിലി കാർ ഓർ നോട്ട് എ ഫാമിലി കാർ എന്ന് പറഞ്ഞ് ലേബൽസിനെയും കൂടെ ഞാൻ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ എനിക്ക് രണ്ടും ഉണ്ട്. എന്താ, കാറിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്, ആട്രിബ്യൂട്ട്സും ഉണ്ട്, അതുപോലെ തന്നെ കാറിൻ്റെ ലേബലും ഉണ്ട്, ഫാമിലി കാർ ഓർ നോട്ട് ഫാമിലി കാർ.
അങ്ങനെ ലേബലും ഉണ്ട്. ഇത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള ഡേറ്റ സെറ്റ്. ഓക്കെ, സോ ഇനി നമ്മൾ കുറച്ച് ടെക്നിക്കാലിറ്റീസിലേക്ക് കയറുകയാണ്. ഇങ്ങനെ നമുക്ക് എക്സാംസ്, അപ്പം ഒരേ കാറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ചിലപ്പോൾ ചിലർ അതിനെ ഫാമിലി കാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചിലർ അതിനെ ഫാമിലി കാർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവർ പറയുന്നത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, അതെന്തും ആയിക്കോട്ടെ. അവരുടെ ഒപ്പീനിയനിൽ ഒരു പർട്ടിക്കുലർ കാർ ഫാമിലി കാർ ആണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാർ ഫാമിലി കാർ അല്ല. അങ്ങനെയാണ് നമുക്ക് കുറേ ഡേറ്റ സെറ്റുകൾ ഉള്ളത്. ഓക്കെ, നമുക്ക് വേണ്ടിയ ക്ലാസ് ഫാമിലി കാർ ആണോ അല്ലയോ എന്നുള്ളതായതുകൊണ്ട് ഓൾ പോസിറ്റീവ് എക്സാമ്പിൾസ് ആർ ഫാമിലി കാർ. കാരണം അതിലാണ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫാമിലി കാർസ്, നോട്ട് ഇൻ നോട്ട് ഫാമിലി കാർസ്. ഓക്കെ, സോ പോസിറ്റീവ് എക്സാമ്പിൾസ് ആർ ഓൾ ദോസ് ലേബിൾസ് വിച്ച് ആർ ഫാമിലി കാർ. അപ്പോൾ ഏതൊക്കെ കാറിനെയാണോ ഈ ആൾക്കാർ ഫാമിലി കാറായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതെല്ലാം പോസിറ്റീവ് എക്സാമ്പിൾസാണ്, ബാക്കിയെല്ലാം നെഗറ്റീവ് എക്സാമ്പിൾസാണ്. ഓക്കെ, സോ വാട്ട് ആർ പോസിറ്റീവ് എക്സാമ്പിൾസ്? കാർസ് ലേബിൾഡ് ആസ് ഫാമിലി കാർസ് ബൈ ദ പീപ്പിൾ ഹൂ വർ പാർട്ട് ഓഫ് ദ സർവേ. And negative examples are cars labeled as not family cars by the people who were part of the survey. ഓക്കെ, സോ ഏത് ക്ലാസ് ആണോ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് അതാണ് പോസിറ്റീവ് ലേബൽ. അതിന് വിപരീതമായിട്ടുള്ള എല്ലാം തന്നെ നെഗറ്റീവ് ലേബൽ ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് എ ബൈനറി ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതാണ് പോസിറ്റീവ് ക്ലാസ്സും നെഗറ്റീവ് ക്ലാസ്സും. ഇനി ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ക്ലാസ്സിനെ ലേൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇവരിപ്പോൾ ക്ലാസിഫൈ ചെയ്തു ഫാമിലി കാറാണ് നോട്ട് ഫാമിലി കാറാണെന്നുള്ളത്. എനിക്ക് ഡേറ്റ ഉണ്ട്, ഇന്ന കാറിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, അത് വെച്ചിട്ട് കുറേ പേര് ഫാമിലി കാറും നോട്ട് ഫാമിലി കാറെന്ന് പറഞ്ഞ് ലേബിൾ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട്. ഇനി ലേണിംഗ് അൽഗോറിതം ചെയ്യാൻ പോകുന്നത് ഈ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല കണ്ടുപിടിക്കണം ദാറ്റ് വിൽ ഫിറ്റ് ദി പോസിറ്റീവ് എക്സാമ്പിൾസ്. എന്നുവെച്ചാൽ പുതിയൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫാമിലി കാർ ആണോ അല്ലയോ, യെസ് ഓർ നോ എന്നുള്ള ഉത്തരം തരാൻ പറ്റണം. അത് തരാൻ പറ്റുന്ന ഒരു ഡിസ്ക്രിപ്ഷനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു ഫോർമുല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്നതിനാണ് ക്ലാസ് ലേണിംഗ് എന്ന് പറയുന്നത്. Okay, so what is class learning? It is to find a description that is shared by all the positive examples and none of the negative examples. അപ്പോൾ പോസിറ്റീവ് എക്സാമ്പിൾസ് മാത്രം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്ഷനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിനെയാണ് ക്ലാസ്സിനെ ലേൺ ചെയ്തു എന്ന് പറയുന്നത്. അപ്പം ഏത് ഡേറ്റ കിട്ടിയാലും അത് ഫാമിലി കാർ ആണോ അല്ലയോ എന്ന് അതിൽ നിന്നും പറയാനായിട്ട് പറ്റണം. ഓക്കെ, ദിസ് ഈസ് ലേണിംഗ് ബൈ എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണെങ്കിൽ നമുക്കുള്ളത് ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും, ആ ഓരോ ആട്രിബ്യൂട്ടിന് ഒത്തവണ്ണമുള്ള ക്ലാസ്സും ഉണ്ടാകും. ഈ രണ്ട് ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഏതാണ് ഫ്യൂച്ചറിൽ കിട്ടുന്ന ഒരു ഡേറ്റ, ഒരു ഇൻപുട്ട് ഏത് ക്ലാസ്സിലേക്ക് ബിലോങ് ചെയ്യുമെന്നുള്ളത്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ്, ആ ടാസ്കിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് ക്ലാസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. നൗ ഇൻപുട്ടിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഇതേ കാർ അൽഗോറിതം നമ്മൾ കാറിൻ്റെ ക്ലാസിഫൈ ചെയ്യുന്ന ടാസ്ക് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പ്രൈസ് കൊടുത്തിട്ടുണ്ട്, എൻജിൻ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്, കളർ കൊടുത്തിട്ടുണ്ട്, സീറ്റിംഗ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, വേറെ പലതരം കംഫർട്ടുകളുടെ കാര്യം കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഇതെല്ലാം വെച്ചിട്ടും നമ്മൾ ഇൻപുട്ടിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്കൊരു ഫീച്ചർ സെലക്ഷൻ റിക്വയർഡാണ്. എന്നുവെച്ചാൽ എനിക്കിപ്പോൾ 10 ആട്രിബ്യൂട്ട് കാണും കാറിൻ്റെ. ഇതെല്ലാം കൂടെ വെച്ചിട്ട് എനിക്കൊരു കാർ ഫാമിലി കാർ ആണോ അല്ലയോ എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന, റെലവൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഏത് ഫീച്ചേഴ്സാണോ
ആ ഫീച്ചേഴ്സിനെ മാത്രം എടുത്ത് എനിക്ക് ഈ ഇൻപുട്ട് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ സേ ദാറ്റ് ഫാമിലി കാർ ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് ഒരു ഫാക്ടറാണ്, എൻജിൻ കപ്പാസിറ്റി ഒരു ഫാക്ടറാണ്, കളർ ഒരു ഫാക്ടറാണ്, സീറ്റിംഗ് കപ്പാസിറ്റി ഒരു ഫാക്ടറാണ്, സേഫ്റ്റി ഫീച്ചേഴ്സ് ഒരു ഫാക്ടറാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ആൾക്കാർ ഒത്തിരി പേരെ കൊണ്ട് നമ്മൾ സർവേ എടുപ്പിച്ചു. ഈ ആൾക്കാർ ഫാമിലി കാർ എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2 ഫീച്ചേഴ്സെ ബേസ് ചെയ്തിട്ടാണ് എന്ന് വിചാരിക്കുക, പ്രൈസും എൻജിൻ കപ്പാസിറ്റിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഫീച്ചേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ എൻ്റെ ഇൻപുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫീച്ചേഴ്സിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്ത് അതിനെ മാത്രം ഈ പർട്ടിക്കുലർ ടാസ്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കും. അതിനെയാണ് ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എ പ്രോബ്ലം ദർ ക്യാൻ ബി മെനി നമ്പർ ഓഫ് ഫീച്ചേഴ്സ്, ബട്ട് selecting only those features which are most relevant and using those features to represent the input feature set is called input representation. Okay, now let's look at the representation over here. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തു 2 ഫീച്ചേഴ്സ്, പ്രൈസും എൻജിൻ പവറും. Okay, so the first attribute is x1 which is price and the second attribute is x2 which is the engine power. So I have over here പ്രൈസിൻ്റെയും എൻജിൻ പവറിൻ്റെയും ഡേറ്റ വെച്ചിട്ട് മാത്രം ഞാൻ ആ ഹോൾ ഡേറ്റ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിൻറ്റിനെ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഒരു എക്സാമ്പിൾ ഇൻസ്റ്റൻസിനെ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് x1 ആൻഡ് x2 വെച്ചിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ടി ഈസ് നോട്ട് ടൈം, ദിസ് ടി ഈസ് ദ എ പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ഇൻസ്റ്റൻസ്. ഓക്കെ, ടി ഇൻസ്റ്റൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒത്തിരി ഇൻസ്റ്റൻസസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, കുറേ കാറുകളുടെ ഡേറ്റ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ഈ ഇൻസ്റ്റൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു ഓർഡേർഡ് പെയർ x1 x2 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ മതി, വേർ x1 റെപ്രസെൻറ്റ്സ് പ്രൈസ് ആൻഡ് x2 റെപ്രസെൻറ്റ്സ് എൻജിൻ പവർ. ഓക്കെ, ഇനി ഇത് രണ്ടും മാത്രമല്ല, ഒരു കാറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയതുകൊണ്ട് ഓൾറെഡി ഇതിനെ പോസിറ്റീവായിട്ട്, ദാറ്റ് ഈസ് ഐദർ ഫാമിലി കാർ ഓർ നോട്ട് എ ഫാമിലി കാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സിൻസ് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഫാമിലി കാർ, ദാറ്റ് ഈസ് മൈ പോസിറ്റീവ് എക്സാമ്പിൾ. ഓക്കെ, സോ പ്ലസ് എന്ന് ഇവിടെ കാണുന്നതെല്ലാം നമ്മുടെ ഡേറ്റ സെറ്റിൻ്റെ അകത്ത് ഫാമിലി കാറാണ്, മൈനസ് എന്ന് കാണുന്നതെല്ലാം നമ്മുടെ ഡേറ്റ സെറ്റിൻ്റെ അകത്ത് ഫാമിലി കാർ അല്ല. ഓക്കെ, സോ ഒരു ഇൻസ്റ്റൻസ് കാർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എക്സും ആറും ആണ് യൂസ് ചെയ്യുന്നത്, വേർ എക്സ് ഈസ് റെപ്രസെൻറ്റഡ് എഗെയിൻ ബൈ ദ കോർഡിനേറ്റ്സ് x1 ആൻഡ് x2. സോ പ്രൈസും എൻജിൻ പവറുമാണ് ഈ എക്സ് എന്ന് പറയുന്നത്. സോ x1 x2ൻ്റെ പേരാണ് എക്സ്. ആറെന്ന് പറയുന്നത് ക്ലാസ്സാണ്, ദാറ്റ് ഈസ് ഫാമിലി കാർ ആണോ ഫാമിലി കാർ അല്ലയോ. പോസിറ്റീവിനെ 1 ആയിട്ടും നെഗറ്റീവിനെ 0 ആയിട്ടും ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻ. സോ ഈ കേസിൽ ഇൻപുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയറും 6 അതിൻ്റെ ക്ലാസ്സുമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് അവർ റെപ്രസെൻറ്റേഷൻ. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇതിൽ നിന്നും നമുക്കറിയാൻ പറ്റും x1ഉം x2ഉം ഇന്ന പ്രൈസും ഇന്ന എൻജിൻ പവറും ഉള്ള ഒരു പർട്ടിക്കുലർ കാർ ഇൻസ്റ്റൻസ് ഫാമിലി കാർ അല്ല എന്നാണ് ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇതെടുക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ എക്സും ഈ പർട്ടിക്കുലർ x2ഉം ആയിട്ടുള്ള കാറ് ഫാമിലി കാർ ആണ് എന്നാണ് ഈ റെപ്രസെൻറ്റേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ദിസ് ഈസ് കോൾഡ് ഇൻപുട്ട് റെപ്രസെൻറ്റേഷൻ. നൗ ദ നെക്സ്റ്റ് ഇസ് ഹൈപ്പോതെസിസ് ക്ലാസ്. എന്താണ് ഒരു ഹൈപ്പോതെസിസ്? ഓക്കെ, ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഡേറ്റ സെറ്റ് ഉണ്ട് നമുക്ക്. ആ ഡേറ്റ സെറ്റിൻ്റെ അകത്ത് കാറിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. സോ അതെല്ലാം ആണ് എൻ്റെ ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ്. അതുപോലെ തന്നെ കാറ് ഫാമിലി കാർ ആണോ അല്ലയോ ക്ലാസ്സും എനിക്ക് ആ ഡേറ്റ സെറ്റിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അതെല്ലാം കൂടെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട്
എനിക്ക് ആവശ്യമായ കാര്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒരു ഹൈപ്പോത്തസിസ്. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. Okay, so I can probably say that price ഒരു പർട്ടിക്കുലർ വാല്യൂവിനെക്കാട്ടിലും കുറവായിരിക്കണം. Okay, say that the price is less than 10 lakh rupees and the engine capacity is less than some horsepower. Okay, എന്ന് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ then it is a ഫാമിലി കാർ എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഫ്രം ദ പാറ്റേൺ, ഐ എം സ്റ്റഡിയിങ് ദ പാറ്റേൺ ആൻഡ് ദെൻ ഐ എം കമ്മിങ് അപ്പ് വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് പ്രോബബ്ലി റെപ്രസെൻറ്റ്സ് മൈ ക്ലാസ്. അതിനെയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡേറ്റയെ നോക്കുമ്പം എനിക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റും വേറൊരാളൊരു ഡേറ്റയെ നോക്കുമ്പം അയാൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ചിലപ്പം പലതും പലതായിരിക്കാം. അതെല്ലാം ഓരോ ഡിഗ്രിയിൽ കറക്റ്റും ആയിരിക്കാം. ദേ മൈറ്റ് ഹാവ് എറേഴ്സ് ബട്ട് ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഓഫ് എറർ. ഓക്കെ, പക്ഷെ അതൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഐ ക്യാൻ സേ ദറ്റ് മൈ ഹൈപ്പോത്തസിസ് ഈസ് കറക്റ്റ് വിത്ത് ആൻ എറർ ഓഫ് 5%. അപ്പോൾ 5% എററുണ്ട് എന്ന് വെച്ചാൽ എന്തോ 95% മാത്രമേ അത് ആക്യുറേറ്റ് ആയിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് ഈ ഹൈപ്പോത്തസിസ് സ്പേസിനെ കുറവാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എങ്ങനെയാണ് കുറവാക്കുന്നത്? എറർ ഏറ്റവും കുറവായിട്ട് നമുക്ക് ഒരു ഡേറ്റാ സെറ്റിനെ ഒരു ഹൈപ്പോത്തസിസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അന്നേരമാണ് നമ്മുടെ ഹൈപ്പോത്തസിസ് സ്പേസ് കുറവായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. Okay, we are getting into all that. Right now, just understand this much. എനിക്കുള്ള ഡേറ്റ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് എ ഹൈപ്പോതെസിസ്? ഇൻ എ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് വെച്ചാൽ 2 ക്ലാസ്സേ ഉള്ളൂ, യെസ് ഓർ നോ. അങ്ങനത്തെ ഒരു പ്രോബ്ലത്തിൽ ഹൈപ്പോതെസിസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ പ്രൊപ്പസിഷൻ. ഞാൻ സജസ്റ്റ് ചെയ്യുക purporting to explain a given set of facts or observation. എൻ്റെ ഡേറ്റ സെറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഹൈപ്പോതെസിസ്. അത് കറക്റ്റാണോ അല്ലയോ എന്ന് ഞാൻ പിന്നെ പ്രൂവ് ചെയ്യണം. ഓക്കെ, പക്ഷേ ഞാൻ പാറ്റേൺ ഒബ്സർവ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഹൈപ്പോതെസിസ്. ഇനി ഹൈപ്പോതെസിസ് സ്പേസ് എന്താ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർ പാറ്റേൺ ഒബ്സർവ് ചെയ്യുമ്പോൾ അവർക്ക് പലതായിരിക്കും തോന്നുന്നത് ഹൈപ്പോതെസിസ് ആയിട്ട്. അപ്പോൾ ആ സെറ്റിനെ എല്ലാം കൂടെ ചേർത്ത് വെക്കുന്നതിനെയാണ് ഹൈപ്പോതെസിസ് സ്പേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സെറ്റിൽ നിന്ന് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യണം. അത് വേറൊരു പ്രോസസ്സാണ്, നമുക്ക് പിന്നെ നോക്കാം. ഇനി ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട്, കാറിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്കൊരു ഹൈപ്പോതെസിസ് സ്പേസ് എന്താണ് എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞല്ലോ, വി ആർ ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ദ പോസിറ്റീവ് എക്സാമ്പിൾസ്, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ നെഗറ്റീവ് എക്സാമ്പിൾസ്. അപ്പം ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, ഇങ്ങനൊരു റെക്റ്റാങ്കുലർ സ്പേസിനെ ഞാൻ ഈ പോസിറ്റീവ് എക്സാമ്പിൾസ് മാത്രം അടങ്ങുന്ന ഒരു റെക്റ്റാങ്കുലർ സ്പേസിനെ ഞാൻ അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2 കണ്ടീഷൻ ഉള്ളതുകൊണ്ട് 2 കണ്ടീഷൻ വേണം. അപ്പോൾ ഇവിടെ P1-ൻ്റെയും P2-ൻ്റെയും ഇടയിൽ പ്രൈസ് ഉള്ള കാറും E1-ൻ്റെയും E2-ൻ്റെയും ഇടയിൽ എൻജിൻ പവർ ഉള്ള കാർസ് എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ എന്തുവാ നമ്മുടെ ഹൈപ്പോതെസിസ്? എന്തുവാ? ഇഫ് the price is in between P1 and P2 and engine power is in between E1 and E2, then family car. അതാണ് എൻ്റെ ഹൈപ്പോതെസിസ്. ഇനി ഈ P1-ഉം P2-നും പലരും നോക്കുമ്പോൾ പല വാല്യൂ കാണാം. കാരണം ഇത് ഏറ്റവും മാക്സിമം റെക്റ്റാങ്കിൾ അല്ല. ഇവിടെ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ കൂടുതൽ നീക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങോട്ട് നീക്കാൻ സ്ഥലമുണ്ടല്ലോ, ഇവിടം വരെ നീക്കാമല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ P1-ഉം P2-ഉം വാല്യൂ ഡിഫർ ചെയ്യും. അപ്പം അതിൽ നിന്ന് തന്നെ എനിക്ക് ഒത്തിരി, അതായത് ഈ P1-ൻ്റെയും P2-ൻ്റെയും E1-ൻ്റെയും E2-ൻ്റെയും ഡിഫറെൻറ്റ് വാല്യൂസ് ഞാൻ ഇട്ട് നോക്കുമ്പോൾ തന്നെ എനിക്കൊരു കുറേ സെറ്റ് ഓഫ് ഹൈപ്പോതെസിസ് കിട്ടും.
ഇത് ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴാണ് ഒരു റെക്റ്റാങ്കുലർ സ്പേസ് ആയിട്ട് ഞാൻ അതിനെ ക്ലോസ് ഓഫ് ചെയ്യുമ്പം കിട്ടുന്ന ഈ കണ്ടീഷൻ വെച്ചിട്ട് തന്നെ എനിക്ക് കുറേ ഹൈപ്പോത്തസിസ് കിട്ടും. ആ ഓരോ ഹൈപ്പോത്തസിസും വിൽ ബി എ പാർട്ട് ഓഫ് ദി ഹൈപ്പോത്തസിസ് സ്പേസ്. ഇനി റെക്റ്റാങ്കുലർ സ്പേസ് അല്ല, ഞാനൊരു സ്ഫെറിക്കൽ സർക്കുലർ സ്പേസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അന്നേരം എനിക്ക് ഈ കണ്ടീഷൻ ആയിരിക്കത്തില്ല, വേറെ കുറേ കണ്ടീഷൻസ് ആയിരിക്കും എനിക്ക് ഉണ്ടാവുക. അതേ ബേസ് ചെയ്തിട്ടും എനിക്ക് പല പാരാമീറ്റേഴ്സിനെ മാറ്റാം. ഇവിടെ പാരാമീറ്റർ P1 P2 E1 E2 ഇവിടെ തന്നിരിക്കുന്നതായതുകൊണ്ട് നമ്മൾ റെക്റ്റാങ്കുലർ സ്പേസ് ആയതുകൊണ്ട് ഈ 4 പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ പർട്ടിക്കുലർ സ്പേസിനെ ഡിഫൈൻ ചെയ്യുന്നു. അത് സർക്കുലർ സ്പേസ് ആണെങ്കിൽ പിന്നെ വേറെ ആയിരിക്കും പാരാമീറ്റർ, എലിപ്റ്റിക് സ്പേസ് ആണെങ്കിൽ വേറെ ആയിരിക്കും പാരാമീറ്റർ, ഇറഗുലർ സ്പേസ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും പാരാമീറ്റേഴ്സ്. അങ്ങനെ പലതരം പാരാമീറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് ഹൈപ്പോത്തസിസ് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ഹൈപ്പോത്തസിസ് ക്ലാസ്സിലേക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ ലേണിംഗ് അൽഗോരിതം എന്താ ചെയ്യുന്നത്? ഈ ഡിഫറെൻറ്റ് ഹൈപ്പോത്തസിസിൽ നിന്നും ഏറ്റവും ക്ലോസ് ആയിട്ട് ഏതാണോ നമ്മുടെ ആവശ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലേണിംഗ് അൽഗോരിതം ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ടു പ്രെഡിക്റ്റ് ദ കറക്റ്റ് ക്ലാസ്, അതിനെയാണ് ഈ ലേണിംഗ് അൽഗോരിതം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നൗ വാട്ട് ഈസ് എംപെരിക്കൽ എറർ? എംപെരിക്കൽ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പോഴെല്ലാം നമ്മൾ ലോകത്തിലുള്ള എല്ലാ കാറിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു വെച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എല്ലാ ഡേറ്റയും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? ഒരു സബ്സെറ്റിനെയാണ് എടുക്കുന്നത്. ഓക്കെ, ആ സബ്സെറ്റ് നമുക്ക് കിട്ടുന്ന ഒരു സ്മോൾ സബ്സെറ്റിനെയാണ് ട്രെയിനിങ് സെറ്റ് എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഈ സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹൈപ്പോത്തസിസും നമ്മൾ ഉണ്ടാക്കുന്നത്, പ്രഡിക്ഷനും ലേണിങ്ങും എല്ലാം നടക്കുന്നത് ഈ സബ്സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഡേറ്റ കിട്ടുമ്പോൾ നമുക്ക് എറേഴ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അത് മാത്രമല്ല, എൻ്റെ ഹൈപ്പോത്തസിസും ഓരോരുത്തരും നമ്മൾ പാറ്റേൺ ഒബ്സർവ് ചെയ്തതിനനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്ത ഒരു ഹൈപ്പോത്തസിസാണ്. ആ ഹൈപ്പോത്തസിസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് ചെയ്യുമ്പം ചിലപ്പം ഈ സെറ്റിൽ തന്നെ ചിലതിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും, ചിലതിനെ റോങ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. എത്ര എണ്ണത്തിനെ റോങ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് എംപെരിക്കൽ എറർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻസ്റ്റൻസസ് ഇൻ ദ ട്രെയിനിങ് ഡേറ്റ സെറ്റ് വിച്ച് ആർ പ്രെഡിക്റ്റഡ് റോങ്ലി. എന്നുവെച്ചാൽ ട്രെയിനിങ് ഡേറ്റ സെറ്റിൽ ക്ലാസ് പറഞ്ഞിരിക്കുന്നത് ഫാമിലി കാർ ആണ് എന്നാണ്, പക്ഷേ എൻ്റെ ഹൈപ്പോത്തസിസ് അതിനെ ഫാമിലി കാർ അല്ല എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ട്രെയിനിങ് ഡേറ്റ സെറ്റിൽ തന്നെ ഒരെണ്ണം തെറ്റി. ഓക്കെ, സോ 10 വാല്യൂ ആണ് എനിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഈ സെറ്റിൻ്റെ അകത്ത് 1 out of 10 ഇസ് റോങ്. സോ ദാറ്റ് ഈസ് മൈ എംപെരിക്കൽ എറർ. അപ്പോൾ ഈ ഫോർമുല ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഹൈപ്പോത്തസിസ് എൻ്റെ ഡേറ്റ സെറ്റുമായിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. എന്നിട്ട് അതിൽ കൗണ്ട് ചെയ്യാണ് ഔട്ട് ഓഫ് ദി n elements in my training data set how many has got ഹൈപ്പോത്തസിസ് പറയുന്ന ഔട്ട്പുട്ടും എനിക്ക് അവിടെ ക്ലാസ് ലേബൽ ഉള്ളതും ഡിഫറെൻ്റ് ആണ്. ഹൈപ്പോത്തസിസ് യെസ് എന്ന് പറയുമ്പം എൻ്റെ ലേബൽ നോ ആണെങ്കിൽ അത് ഡിഫറെൻറ്റാണ്. ഹൈപ്പോത്തസിസ് നോ എന്ന് പറയുമ്പം എൻ്റെ ലേബൽ യെസ് ആണെങ്കിൽ അത് ഡിഫറെൻറ്റാണ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുന്നതിനാണ് എംപെരിക്കൽ എറർ എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ദിസ് 1 is given over here. 1 into h of x raised to t is not equal to r raised of t. r എന്തുവായിരുന്നു? ഓൾറെഡി ഈ ട്രെയിനിങ് സെറ്റിൽ ഉള്ള ലേബൽ, ആ ലേബലും എൻ്റെ ഹൈപ്പോത്തസിസ് തന്ന ലേബലും ഡിഫറെൻറ്റാണ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണുന്നതിനാണ് എംപെരിക്കൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചിരിക്കുക. ഇതേ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മിക്ക എന്താ പറയുക അൽഗോരിതങ്ങളുടെ അല്ലെങ്കിൽ മോഡൽസിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ പെർഫോമൻസ് നമ്മൾ
ചെക്ക് ചെയ്യുന്നത്. സോ വി വിൽ റിപ്പീറ്റ് ദിസ് ലേറ്റർ. ഈ ടോപ്പിക് ഉണ്ട്, അപ്പോൾ അവിടെ നമ്മൾ ഈ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്യും. എന്നാൽ കൂടി പേ കെയർഫുൾ അറ്റൻഷൻ. എത്ര തരം എൻ്റെ ഹൈപ്പോത്തസിസ് ഏതെല്ലാം തരം പ്രെഡിക്ഷൻ കൊടുക്കാം? ഒന്നെങ്കിൽ ട്രൂ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രൂ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇത് എന്താണ് ട്രൂ പോസിറ്റീവ്? ട്രൂ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോഡൽ യെസ് എന്ന് പറയുന്നു, ക്ലാസ്സും യെസ് തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ എക്സാമ്പിളിൽ എൻ്റെ മോഡൽ ഫാമിലി കാർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ട്രെയിനിങ് സെറ്റിൽ നോക്കിയപ്പം ക്ലാസ് കറക്റ്റാണ്, ഫാമിലി കാർ തന്നെയാണ്. അങ്ങനെ 1 എന്ന ഔട്ട്പുട്ട് കിട്ടുന്നത് ട്രൂ പോസിറ്റീവ്. എച്ചും 1 ആണ്, ട്രെയിനിങ് ഡേറ്റ സെറ്റിലുള്ള ലേബലും 1 ആണ്, അത് ട്രൂ പോസിറ്റീവാണ്. H0 ട്രെയിനിങ് ഡേറ്റ സെറ്റിലുള്ള ലേബലും 0 എന്ന് വെച്ചാൽ നെഗറ്റീവാണ്, ഫാമിലി കാർ അല്ല എന്ന് പറയുന്നു. രണ്ടും ഫാമിലി കാർ അല്ല എന്ന് പറയുവാണെങ്കിൽ അത് ട്രൂ നെഗറ്റീവാണ്. ശരിക്കും ഫാമിലി കാർ അല്ലാത്തതിനാണ് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി വേറെ സിറ്റുവേഷനൊക്കെ അറിയാം. H1 എന്ന് പറയുന്നു, എന്നുവെച്ചാൽ ഫാമിലി കാർ ആണെന്ന് പറയുന്നു, പക്ഷേ ലേബൽ പറയുന്നു, ആ ആൾക്കാരിട്ട ലേബൽ പറയുന്നു ഫാമിലി കാർ അല്ല എന്ന്. അപ്പോൾ എന്തോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഫാമിലി കാർ അല്ലാത്ത ഒരു സാധനത്തിനെ എൻ്റെ മോഡൽ ഫാമിലി കാർ ആണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്തോ? തെറ്റായി കാർ ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഇസ് ഫോൾസ് പോസിറ്റീവ്. ഓക്കെ, സോ ക്ലാസ്സിനെ ഫോൾസ് ആയിട്ട് ഫാമിലി കാർ ആണ് എന്ന് പറഞ്ഞു. അതാണ് ആൾക്കാർ ഫാമിലി കാർ അല്ല എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് എൻ്റെ മോഡൽ ഫാമിലി കാർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയും. ഇനി തിരിച്ച് ആൾക്കാർ ഫാമിലി കാർ ആണ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ എൻ്റെ മോഡൽ ഫാമിലി കാർ അല്ല എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അതെന്തുവാ സംഭവിക്കുന്നത്? ഫാമിലി കാർ അല്ല എന്നല്ലേ മോഡൽ പറഞ്ഞത്, പക്ഷെ അത് തെറ്റാണ്. അപ്പോൾ എന്തുവാ? ഫോൾസ്ലി നെഗറ്റീവ്. എൻ്റെ മോഡൽ ഫോൾസ് നെഗറ്റീവായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫാമിലി കാർ ആയിരുന്ന ഒരു സാധനത്തിനെ ഫാമിലി കാർ അല്ല എന്ന് ക്ലാസിഫൈ ചെയ്തു. ഇത്രയും 4 തരമാണ് ഉള്ളത്. ട്രൂ പോസിറ്റീവ് ട്രൂ നെഗറ്റീവും നമുക്ക് ഒരു പ്രശ്നമുള്ള കേസല്ല. ഫോൾസ് പോസിറ്റീവും ഫോൾസ് നെഗറ്റീവുമാണ് നമ്മുടെ വിഷയങ്ങൾ. അതിനെ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ചാൽ നമ്മുടെ ആക്യുറസി, മോഡലിൻ്റെ ആക്യുറസി കൂടും. ഇതിനെ തന്നെ ഞാനൊരു ട്രൂത്ത് ടേബിൾ ഫോർമാറ്റിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഹൈപ്പോത്തസിസ് 0 ആക്ച്വൽ ഔട്ട്പുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ട്രൂ നെഗറ്റീവാണ്. ഹൈപ്പോത്തസിസ് 1 ആക്ച്വൽ ഔട്ട്പുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ ട്രൂ പോസിറ്റീവാണ്. ഇനി ഹൈപ്പോത്തസിസ് 0 ആക്ച്വൽ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ഈ ഹൈപ്പോത്തസിസ് ഫോൾസ് നെഗറ്റീവാണ് തന്നിരിക്കുന്നത്. ഹൈപ്പോത്തസിസ് 1 ആക്ച്വൽ ഔട്ട്പുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തസിസ് എന്താ ചെയ്തിരിക്കുന്നത്? ഫോൾസ് പോസിറ്റീവായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഓർത്തിരിക്കണം, തെറ്റരുത്. ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് കൃത്യമായിട്ട് പഠിച്ച് വച്ചേക്കാം. ഇനി ഈ പറഞ്ഞ കാര്യം തന്നെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലേക്ക് ഞാൻ വരച്ചിരിക്കുന്നതാണ് ഇത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ P1 P2 E1 E2. ഓക്കെ, ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, നമ്മുടെ ഹൈപ്പോത്തസിസ് ഇവിടെ കിടക്കുന്ന ഒരു കാരണം നമ്മുടെ P2 ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു എന്തേലും ഒരു ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന ഒരു ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അൽഗോരിതം H ക്ലാസിഫൈ ചെയ്യുന്നത്? അതിനെ 1 ആയിട്ടായിരിക്കും. പക്ഷേ ആക്ച്വലി C 1 ആണോ? അല്ല, ആക്ച്വലി C 0 ആണ്. സോ H is 1 and C is 0. If H is 1 and C is 0, H1 ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് H1 C ആക്ച്വൽ ക്ലാസ് എന്തുവാ? നെഗറ്റീവാ. C 0 ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലാണ്, അവിടെ നമുക്ക് ആക്ച്വലി വാല്യൂ ഇല്ല, ഇതിൻ്റെ ഇടയിൽ 0 ആണെന്നുണ്ടെങ്കിൽ എന്തോ അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത് ഫോൾസ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ അൽഗോരിതം ഫോൾസ്ലി പോസിറ്റീവായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇനി ഇതിനെ മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ എല്ലാം കൂടെ എടുക്കുമ്പോഴത്തേനും ഇതെല്ലാം പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചാൽ ആക്ച്വലി പോസിറ്റീവ് ആണോ? എൻ്റെ അൽഗോരിതം പറയും H1 തരും. പക്ഷേ ക്ലാസ് ആക്ച്വലി എന്തുവാ? നെഗറ്റീവാ, 0യാ.
കാരണം E1ഉം E2ഉം മാത്രം വെച്ചിട്ടുള്ള കേസാണ് ഞാൻ ഈ പറയുന്നത്. അന്നേരം H is equal to 1 but C is equal to 0. അങ്ങനെയാണെങ്കിൽ H is equal to, ഈ കേസിൽ ഇവിടെ വെളിയിലോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ H is equal to 0. ഇവിടെയോട്ട് വെളിയിലോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ ഈ മാത്രം നോക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി 0. ബട്ട് ദ ക്ലാസ് ഇസ് ഗിവിങ് 1 ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ഫോൾസ്. 0 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത്, ഈ സ്പേസിൻ്റെ അകത്തുള്ള കാര്യമായി പറയുന്നത്. ഓക്കെ, കാരണം ഈ ഹോൾ സ്പേസും E1 E2ൻ്റെ അകത്തുള്ള ഹോൾ സ്പേസും P1 P2ൻ്റെ അകത്തുള്ള ഫുൾ സ്പേസും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആക്ച്വൽ റെക്റ്റാങ്കിൾ എന്തുവാ? ഇതാണ് എൻ്റെ ആക്ച്വൽ ഹൈപ്പോതെസിസിൻ്റെ റെക്റ്റാങ്കിൾ. ഓക്കെ, ഇതല്ല കേട്ടോ, ഇതുമല്ല. ഇത്രയും സ്പേസാണ് ആക്ച്വൽ ഹൈപ്പോതെസിസിൻ്റെ റെക്റ്റാങ്കിൾ. ഈ ഹൈപ്പോതെസിസിൻ്റെ റെക്റ്റാങ്കിൾ വെച്ച് നമ്മൾ ഹൈപ്പോതെസിസ് ചെയ്യുവാണെങ്കിൽ ഈ സ്പേസിൽ വരുന്നതിനെയും പോസിറ്റീവായിട്ട് ഫാമിലി കാർ ആണ് എന്ന് പറയും. പക്ഷെ ആക്ച്വലി അല്ല, അത് 0 ആണ്. ഓക്കെ, സോ ദിസ് സ്പേസ് ഇസ് ഫോൾസ് നെഗറ്റീവ്. ഇനി അല്ല, E1നെ ഈ സ്പേസും ഈ സ്പേസിലേക്കും P1 ഈ സ്പേസിലേക്കും ഞാൻ കേർട്ടെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹൈപ്പോതെസിസ് സ്പേസ് എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളാണ്. അതിൻ്റെ അകത്തും ഒരു വിഷയമുണ്ട്. ഈ സ്പേസിൽ കിടക്കുന്നത് ഫോൾസ് പോസിറ്റീവും ഈ സ്പേസിൽ കിടക്കുന്നത് ഫോൾസ് പോസിറ്റീവ്സുമാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ഈ ഏരിയനെ ഈ H1 H2 കറക്റ്റായിട്ട് നമുക്ക് ഇതിനെ എത്ര ക്ലോസ് ആക്കാൻ പറ്റുമോ അത്രയും ക്ലോസ് ആക്കി നമ്മൾ ഈ P1നെയും P2നെയും E1നെയും E2നെയും ഡിഫൈൻ ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ആക്യുറസി, എത്രയും കൂടുതൽ ആക്യുറസി കൂട്ടാമോ അത്രയും കൂടുതൽ ആക്യുറസി നമുക്ക് കൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിന് വേറൊരു വിഷയമുണ്ട്, ഐ വിൽ ഗെറ്റ് ദെയർ. ഓക്കെ, സോ ഇങ്ങനെയാണ് പതുക്കെ ഈ വാല്യൂസിനെ P1നെയും P2നെയും E1നെയും E2നെയും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഏറ്റവും കൂടുതൽ ആക്യുറസി തരുന്ന ഏത് P1ഉം P2ഉം ഏത് E1ഉം E2ഉം ആണോ അതിനെ ആയിരിക്കും നമ്മൾ പാരാമീറ്ററായിട്ട് ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഹൈപ്പോത്തസിസിനെ ആക്ച്വൽ ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മളങ്ങ് ഫിക്സ് ചെയ്യും. ഓക്കെ, നൗ ദിസ് ഇസ് അവർ പ്രോബ്ലം. ജനറലൈസേഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തുവാ? നമുക്ക് ഉള്ള ഡേറ്റ വെച്ചിട്ട്, നമുക്ക് എല്ലാ ഡേറ്റയും ഇല്ല, നമുക്കൊരു ചെറിയ സബ്സെറ്റാണ് ഉള്ളത്. അതിനെയാണ് നമ്മൾ ട്രെയിനിങ് സെറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റിൽ ഏറ്റവും മാച്ച് ആകുന്ന P1ഉം P2ഉം E1ഉം E2ഉം നമ്മൾ ചൂസ് ചെയ്യും. സോ ദാറ്റ് എറർ ബിക്കംസ് ക്ലോസ് ടു 0 ഓർ ക്ലോസസ്റ്റ് ടു 0. ഓക്കെ, അതിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ബട്ട് വാട്ട് ഇസ് ദ പ്രോബ്ലം? നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തേ ബേസ് ചെയ്തിട്ടാണ്? എൻ്റെ കയ്യിലുള്ള ചെറിയൊരു സെറ്റ് ഓഫ് ഡേറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ P1നെയും P2നെയും E1നെയും E2നെയും ഫിക്സ് ചെയ്തിരിക്കുന്നത്. സേ ദാറ്റ് ദിസ് ഇസ് നോട്ട് എ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ആക്ച്വൽ വാല്യൂസ് ഓഫ് ദ കാർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഡേറ്റ കിട്ടുമ്പം ഈ പ്രെഡിക്ഷൻ തെറ്റാൻ ചാൻസ് ഇല്ലേ? അതാണ് പ്രോബ്ലം ഓഫ് ജനറലൈസേഷൻ. അപ്പം നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. എനിക്കിതേ ഉള്ളൂ, ലോകത്തിലുള്ള എല്ലാ കാറിൻ്റെയും ഡേറ്റ സെറ്റ് എനിക്ക് കിട്ടത്തില്ല, എനിക്ക് ചെയ്യാനും പറ്റത്തില്ല, ഒത്തിരി ഡേറ്റ ആയിപ്പോവും. അപ്പോൾ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി അടുത്ത്. ഈ ട്രെയിനിങ് ഡേറ്റ സെറ്റ് വെച്ച് തന്നെ നല്ല ഒരു അപ്രോക്സിമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് കണ്ടുപിടിക്കും. എന്ന് വെച്ചാൽ എൻ്റെ ട്രെയിനിങ് ഡേറ്റ സെറ്റിൻ്റെ അകത്തെ ഏറ്റവും ടൈറ്റസ്റ്റ് റെക്റ്റാങ്കിളിനെ ഏത് വാല്യൂസ് വെച്ചിട്ടാണ് കിട്ടുന്നതെന്ന് ഞാൻ ആദ്യം കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് കോൾഡ് ദ മോസ്റ്റ് സ്പെസിഫിക് ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പം ഈ എക്സാമ്പിളിൽ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇതാണല്ലോ ഈ ഏറ്റവും സ്മോളസ്റ്റ് റെക്റ്റാങ്കിൾ വിച്ച് കണ്ടെയ്ൻസ് ദ പോസിറ്റീവ് വാല്യൂസ്. അതിനെയാണ് എസ് എന്ന് പറയുന്നത്, മോസ്റ്റ് സ്പെസിഫിക് ഹൈപ്പോത്തസിസ്. ഓക്കെ, അടുത്ത് ഞാൻ കണ്ടുപിടിക്കുന്നത് മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഏറ്റവും വലിയ റെക്റ്റാങ്കിൾ വിച്ച് ക്യാൻ ബി ഡ്രോൺ വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി നെഗറ്റീവ് എക്സാമ്പിൾസ്. അതിനെയാണ് മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തസിസ് ജി. എന്നിട്ട് ആ പാരാമീറ്റേഴ്സിനെയും ഞാൻ സേവ് ചെയ്ത് വെക്കും. സോ ഈ എക്സാമ്പിളിൽ നോക്കുവാണെങ്കിൽ കണ്ടോ, നെഗറ്റീവ് അകത്തല്ല പുറത്താ. അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റെക്റ്റാങ്കിൾ ഏതാ വിത്ത് ഓൺലി പോസിറ്റീവ് വാല്യൂസ്? അതിനെയാണ് ജി, മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്.
എന്നിട്ട് നമ്മളൊരു മാർജിൻ ഡിസൈഡ് ചെയ്യും. ഈ എസ്സിനെയും ഈ ജിയിനെയും നടുക്ക് കിടക്കുന്ന ഒരു ഹൈപ്പോത്തസിസിനെ, അപ്പോൾ ഈ P1നെയും ഈ P2നെയും ഈ E1നെയും ഈ E2നെയും ഫിക്സ് ചെയ്യും. ആ ഹൈപ്പോത്തസിസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ രണ്ടിൻ്റെയും ഒരു ബെസ്റ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദി മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തസിസ് ആൻഡ് മോസ്റ്റ് സ്പെസിഫിക് ഹൈപ്പോത്തസിസ്. അപ്പം നമ്മുടെ അസംഷൻ ഇസ് ദാറ്റ് ആ പർട്ടിക്കുലർ ഹൈപ്പോത്തസിസ് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ most specific hypothesis, tightest rectangle with only positive values. Most general hypothesis, largest rectangle with only positive values. Okay, എസ്സിൻ്റെയും ജിൻ്റെയും നടുക്ക് കിടക്കുന്ന എല്ലാ റെക്റ്റാങ്കിളുകളും വാലിഡ് ഹൈപ്പോത്തസിസാണ് അല്ലേ, കാരണം പോസിറ്റീവ് വാല്യൂസ് മാത്രമേ അകത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഏതൊക്കെ P1, P2, E1, E2 വാല്യൂസ് ഉണ്ടോ എസ്സിൻ്റെയും ജിയുടെയും ഇടയിൽ, അതെല്ലാം വാലിഡ് ഹൈപ്പോത്തസിസാണ്. ഈ വാലിഡ് ഹൈപ്പോത്തസിസ് സ്പേസിനെയാണ് വേർഷൻ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ ഓർത്തോണം, വാലിഡ് ഹൈപ്പോത്തസിസ് സ്പേസ് ഇസ് ദ സ്പേസ് ബിറ്റ്വീൻ സ്പെസിഫിക് ഹൈപ്പോത്തസിസ് ആൻഡ് ജനറൽ ഹൈപ്പോത്തസിസ്, and the set of all valid hypotheses are called version space. മാർജിൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എസ്സിൻ്റെയും ജിയുടെയും ഹാഫ് വേ കിടക്കുന്ന റെക്റ്റാങ്കിളിനെ അങ്ങ് ഫിക്സ് ചെയ്യും. ബിക്കോസ് ദി അസംഷൻ ഇസ് ദാറ്റ് ഇഫ് വി ചൂസ് H to be halfway between S and G, it increases the margin. When the margin increases, it is most likely to give the correct റിസൾട്ട്. നെഗറ്റീവിൻ്റെയും അടുത്തല്ല, പോസിറ്റീവിൻ്റെയും ഒത്തിരി അടുത്തല്ല. സോ അതിൻ്റെ ഇടയിൽ കിട്ടുന്നത് മോസ്റ്റ് ലൈക്ലി കറക്റ്റ് വാല്യൂ തരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് പോരാ എന്ന് വിചാരിക്കുക. ഇത് പോരാന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് വൺ മോർ എലിമെൻറ്റ്. ദിസ് ഇസ് കോൾഡ് എറർ ഫങ്ഷൻ ഓർ ലോസ് ഫങ്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഈ എറർ ഫങ്ഷൻ്റെയും ലോസ് ഫങ്ഷൻ്റെയും കൂടെ കാര്യം ഞാൻ പറയാം, അല്ലെങ്കിൽ ഈ ക്ലാസ് ഒത്തിരി ലോങ് ആയി പോകും. താങ്ക് യു.